വയനാട്ടിൽ 5 വർഷം രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത്? ജയിച്ച ശേഷം അവിടുത്തെ ജനങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇന്ന് വയനാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നതും ഇതാണ്. വയനാടിന്റെ ഇപ്പോഴത്തെ നേർചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ആയി പ്രചരണത്തിന് എത്തിച്ചിരിക്കുകയാണ് BJP. കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണം എന്ന ആഹ്വാനവുമായിട്ടാണ് വീഡിയോ എത്തിയിരിക്കുന്നത്. കുടിവെള്ളത്തിന് വേണ്ടി പോലും ദൂരങ്ങൾ താണ്ടിയെത്തുന്ന ജനങ്ങൾ, കുടിവെള്ളം കുടങ്ങളിൽ താങ്ങി നടന്നു വരുന്ന കുട്ടികളും അമ്മമാരും, പട്ടിണി പേക്കോലങ്ങൾ, ഗർഭിണിയെ തുണിയിൽ കെട്ടി ആശുപത്രിയിലേക്ക് ഓടുന്നവർ, കണ്ടിട്ടും കാണാതെ പോകുന്ന ആശുപത്രി വാഹനങ്ങൾ. ഇലക്ഷൻ അടുത്തപ്പോൾ രാഹുലും പ്രിയങ്കയും എത്തുന്നു. ഇലക്ഷൻ അടുത്തു, വിജയിപ്പിക്കണം എന്ന് രാഹുലിന്റെ പ്രതിരൂപം പറയുമ്പോൾ ഞാൻ ഇയാളുടെ സുഹൃത്താണ്, ആളെ വിജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു എന്ന് ഒപ്പമുള്ള സ്ത്രീരൂപം പറയുന്നു. നിങ്ങൾക്ക് ഇവരെയൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ആ പാവങ്ങളെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഇല്ല, ഇവരൊക്കെ ആരാണ് എന്നാണ് രാഹുലിന്റെ ചോദ്യം. കഴിഞ്ഞ തവണ തന്നെ വിജയിപ്പിച്ചുവിട്ട പാവങ്ങളാണ്, അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നവരാണ്. നാണമില്ലാതെ വന്നിരിക്കുന്നു, പടിക്ക് പുറത്ത്, ഇനി നിനക്കിവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ അവസാനിക്കുന്നത്. അറിയാലോ, മര്യാദയ്ക്ക് എന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ജനങ്ങളും ഒപ്പമുള്ളവരും ചിരിക്കുന്നതും കാണാം. വയനാട്ടിലെ സമഗ്ര വികസനത്തിനായി NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. വന്യജീവി ആക്രമണങ്ങൾക്ക് ശേഷം സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരമല്ല, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവന്റെ സുരക്ഷിതത്വമാണ് വയനാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒത്തുചേർന്ന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ രൂപീകരിക്കേണ്ടതുണ്ട്. വയനാട്ടിലെ ലോക്സഭാ MP വയനാടിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാരുമായോ കേന്ദ്രമന്ത്രിമാരുമായോ യാതൊരു കൂടിയാലോചനകളും നടത്തിയിട്ടില്ല എന്നാണ് കേന്ദ്രത്തിൽ നിന്നും വെളിപ്പെടുത്തുന്നത്. വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് തന്നെ 5 വർഷം MP ആയിരുന്നിട്ടും വയനാട്ടിലെ ജനങ്ങളുടെ ഈ തീരാ ദുരിതത്തിന് യാതൊരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ ആശ്വാസത്തിന്റെ വെളിച്ചവുമായി എത്തിയിരിക്കുകയാണ് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ. NDAയുടെ വയനാട്ടിലെ പ്രകടന പത്രികയിലെ ഒരു പ്രധാന വാഗ്ദാനം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്.